മാർച്ച് 27 ലോക നാടക ദിനത്തോടനുബന്ധിച്ച് ബാലുശ്ശേരിയിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജെ ശൈലജ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയോടനുബന്ധിച്ച് നാടക ഗാനാലാപനവും പാലക്കാട് ലിറ്റിൽ തിയേറ്ററിന്റെ മാർത്താണ്ഡന്റെ സ്വപ്നങ്ങൾ എന്ന നാടകവും അരങ്ങേറി. മാർച്ച് 27 ലോക നാടക ദിനത്തിൽ നാടക് ബാലുശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാലുശ്ശേരി GLP സ്കൂളിൽ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ശൈലജ ഉദ്ഘാടനം ചെയ്തു. ചങ്കിൽ കൈവച്ച് പറയാൻ പറ്റുമോ ഇന്ത്യയിൽ പ്രതിഷേധമുണ്ടായിന്ന്? വേണ്ടത്ര പ്രതിഷേധം എവിടെയാണ് ഉണ്ടായത്? എല്ലാത്തിനും ഒരു സമശീതോഷ്ണാവസ്ഥ, നമ്മൾ പറയില്ലേ, ഫ്രീസ് ചെയ്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് കേജ്രിവാളിനെ പിടിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു മുഖ്യമന്ത്രിയെ പിടിച്ചു ജയിലിലിട്ടിരിക്കുകയാണ്. കാരണമില്ല, എന്തൊക്കെയോ പറയുന്നുണ്ട്. അതിനു മുമ്പ് അവിടുത്തെ ഉപമുഖ്യമന്ത്രിയെ പിടിച്ചു ജയിലിലിട്ടു. 1 വർഷം 1.5 വർഷമായി, ഇതുവരെ ചാർജ് ഷീറ്റില്ല, ഒന്നുമില്ല, വെറുതെ ജയിലിൽ കിടക്കുകയാണ്. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് നമ്മൾ ചേർന്ന് നിൽക്കുകയല്ലാതെ വേറെ എന്താ ചെയ്യുക? വേറെ എന്തു വഴിയാണ് നമ്മുടെ അടുത്തുള്ളത്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഈ ലഹരിയുള്ള അധികാരം ഒരു ചെറു ന്യൂനപക്ഷം, ബഹുഭൂരിപക്ഷം വരുന്ന കോടിക്കണക്കിന് വരുന്ന മനുഷ്യരെ ഭിന്നിപ്പിച്ച് അവരുടെ സുഖത്തിനും അവരുടെ കച്ചവടത്തിനും വേണ്ടി രാജ്യത്തെ കൊള്ളയടിക്കുകയും ജനങ്ങളെ അടിമകളാക്കുകയും വളരെ മോശപ്പെട്ട രീതിയിൽ അവരോട് പെരുമാറുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ബ്രിട്ടീഷുകാരോട് ഇടപെട്ടതുപോലെ ഉള്ള ഒരു വലിയ സംഘശക്തി കാണിക്കേണ്ട ഒരവസരം ഇതാണ്. പ്രശസ്ത നാടക സിനിമാ നടൻ മുഹമ്മദ് പേരാമ്പ്ര, ജില്ലാ സെക്രട്ടറി NV ബിജു, പ്രസിഡന്റ് ഗംഗാധരൻ ആയാടത്തിൽ, ട്രഷറർ ഷിബു മുത്താട്ട്, തങ്കയം ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. N പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കലോത്സവ താരങ്ങളെ അനുമോദിക്കുകയും നാടക ഗുരുക്കളെ ആദരിക്കുകയും ചെയ്തു. അസുഖവും രോഗങ്ങളും കൊണ്ട് പ്രയാസപ്പെടുന്ന നാടക കലാകാരന്മാരെ ചേർത്ത് നിർത്തി സഹായിക്കാൻ നാടക് ബാലുശ്ശേരിയുടെ കൂടെയുണ്ട് വേദനിക്കുന്നവർക്കൊരു മരുന്ന് സഹായം പദ്ധതി വേദിയിൽ വെച്ച് പ്രഖ്യാപിച്ചു. തുടർന്ന് നാടക ഗാനാലാപനവും പാലക്കാട് ലിറ്റിൽ തിയേറ്ററിന്റെ മാർത്താണ്ഡന്റെ സ്വപ്നങ്ങളെന്ന നാടകവും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ബാലുശ്ശേരി.